നമസ്കാരം, സായിബ്രോണ്. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഒരു ന്യൂസ് കേട്ടപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണം തോന്നി. വേറൊന്നുമല്ല, നമ്മുടെ ജനറേഷനല്ല, നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജനറേഷന് അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ജനറേഷൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഇന്ന് തൊപ്പിയെക്കുറിച്ചൊരു വാർത്ത കണ്ടു. യൂട്യൂബർ തൊപ്പി എന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നൊരു വാർത്ത കണ്ടു. യൂട്യൂബർ തൊപ്പി ഒരുപാട് ഫോളോവേഴ്സുള്ള, ഇതിനു മുൻപ് തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരാൾ കൂടിയാണ്. ഈ തൊപ്പിക്കെതിരെ നേരത്തെയും നിരവധിയായ പരാതികൾ മായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. സ്ത്രീകളടക്കം ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. DGP റവാഡ ചന്ദ്രശേഖറാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പോക്സോ കേസുകളുണ്ട് ഇയാൾക്കെതിരെ. നാർക്കോട്ടിക് MDMA ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. ഒപ്പം മാനസിക ശാരീരിക പീഡനങ്ങളുണ്ട്, സൈബർ കുറ്റങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ യൂട്യൂബർ തൊപ്പിക്കെതിരെയുണ്ട്. എന്നിട്ട് ഇയാളിപ്പോൾ വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്കറിയാം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ്, ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഒരു അഭിഭാഷകൻ നൽകിയ പരാതി പോലീസിന് കിട്ടുകയും ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വാർത്തയിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കാലങ്ങളായി നമ്മൾ യൂട്യൂബർ തൊപ്പിയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും ഒരു പുതിയ ഈ ന്യൂജൻ ആളുകളുടെ കുട്ടികൾ, ഈ ന്യൂജനിലെ കുറേ കുട്ടികൾ ഇവൻ്റെ പിന്നാലെ തൊപ്പി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവരുടെ മാതാപിതാക്കളൊന്നും ഇത് വിലക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ ആ ഒരു പ്രസൻസ് ഇത്രത്തോളം കുട്ടികളെ അവനിലേക്ക് ആകർഷിക്കുന്നു, അല്ലെങ്കിൽ യുവതികളൊക്കെ തൊപ്പി എന്ന് പറയുന്ന ഒരു ആളിലേക്ക് ആകർഷിക്കുന്നു എന്നത് വളരെ വളരെ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള സമൂഹം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇവിടെയൊക്കെ കേരളത്തിലെ ആളുകൾ എന്ന് പറയുന്നത് 100% സാക്ഷരരായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ആളുകളാണ് അവർ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു വാർത്ത തൊപ്പിയുടെ കുറേ ഇഷ്യൂസ് ഇപ്പം ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പുതിയ ഗവൺമെൻറ് വന്നിട്ട് തൊപ്പിക്കെതിരെ ഒരു നിയമ നടപടി കൈക്കൊള്ളുമോ, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇത്രത്തോളം കുട്ടികളിലേക്ക് കടന്നു കയറി, അല്ലെങ്കിൽ യുവാക്കളിലേക്ക് കയറുന്നത്, ഈ ന്യൂജൻ ആളുകളിലേക്ക് കടന്നു കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പേടി തോന്നുന്ന അവസ്ഥ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പിൻതലമുറ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 17-16 വയസ്സൊക്കെയുള്ള, അത് 14-13 വയസ്സുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ ഇവൻ്റെ ഒരു മാസ്മരിക വലയത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ ഇപ്പോഴും ആരാധിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തൊപ്പി മാറിയിരിക്കുന്നു എന്നതാണ്. എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പ്രേം നസീറിനെയും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ ആരാധിച്ചിരുന്ന ആ കാലഘട്ടം മാറി ഇന്ന് തെറി പറയുന്ന ഒരുത്തനെ കേരളീയ സമൂഹത്തിലെ കുട്ടികൾ ആരാധിക്കുന്നു എന്നത് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവനെ പിടിച്ചകത്തേണ്ട കാലം എന്നോ അതിക്രമിച്ചിരിക്കുന്നത്. ഇവനെ ശരിക്കും പറഞ്ഞാൽ ഇവനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക്, ഇത്തരം ഡ്രഗ്സ് മാഫിയ അതുപോലുള്ള എന്താ പറയുക, ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു പ്രമുഖ യൂട്യൂബർ എന്തുകൊണ്ടാണ് ഇന്നും വിലസുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ നമ്മുടെ സമൂഹം നോക്കിയിട്ടുണ്ടോ? അവന് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവനെ പിടിച്ചകത്തിടുന്നില്ല? കുറേ കേസുകൾ അവൻ്റെ പേരിലുണ്ട്. പക്ഷേ ചെറിയ കേസുകളിലെ ആളുകളെപ്പോലും ഇന്ന് പോലീസ് അകത്തിടുമ്പോൾ ഇവനെപ്പോലുള്ള ക്രിമിനൽസിനെ അഴിഞ്ഞാടാൻ എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നു എന്നതാണ് എനിക്കുള്ള ചോദ്യം. ഇതെന്നേ പോലീസ് കേസെടുത്ത് അവനെ അഴിക്കുള്ളിലാക്കേണ്ടതായിരുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. കാരണം ഇവനെപ്പോലുള്ള ആളുകൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ
പ്രമുഖനായിട്ടുള്ള വേറൊരു വ്ളോഗറല്ല, നമ്മുടെ സിനിമാ നിരൂപണം നടത്തുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ വെള്ളയടിച്ചു വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സുരേഷ് ഗോപിയുടെ മകനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇയാളെയാണ് ഇന്ന് ഫുൾ ആളുകൾ ഇയാളുടെ റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിന് പറ്റാത്ത സിനിമകളെ നല്ല സിനിമയല്ലെന്നും ചില നല്ല സിനിമകളെ പുള്ളിക്ക് അത് പറ്റാത്തതാണെങ്കിൽ അതിനെ ചീത്ത സിനിമയൊക്കെ ഒന്ന് വിളിക്കുന്ന സ്വഭാവം പുള്ളിക്കുണ്ട്, നമുക്കറിയാം. പക്ഷേ സുരേഷ് ഗോപിയുടെ മകൻ്റെ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ അതിനെതിരെ വളരെ മോശമായ രീതിയിൽ മാധവ് സുരേഷിനെ തന്തയ്ക്ക് വിളിക്കുന്നൊക്കെ അവസ്ഥകൾ നമ്മൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസർമാർ അവർക്ക് പരിമിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവർ ചെയ്യേണ്ടതാണ്. കാരണം സമൂഹത്തിനോട് ഇത്തരത്തിൽ തെറി വിളിക്കാൻ മാത്രം അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം സബ്സ്ക്രൈബേഴ്സുള്ള വളരെയധികം ആളുകൾ കാണുന്ന ഒരു ചാനലിൻ്റെ ഉടമയാണ് ഈ പറയുന്ന ആൾ സമൂഹത്തിലെ സിനിമകളെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നിരീക്ഷിച്ച് അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നെടുക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച് ഇയാൾ മാത്രമാണ് പറയുന്നത് ശരി എന്നുണ്ടോ നിങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക. എനിക്ക് ഇത്തരം മനോഭാവമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകളിൽ അതുണ്ടായിരിക്കും. പക്ഷേ എല്ലാവരുടെയും സിനിമ കൺസെപ്റ്റ് നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് തെറ്റ് വരുന്നത്. സിനിമ ചെയ്യുന്ന നല്ല ആളുകളുണ്ടാകും, ചീത്ത സിനിമകളുണ്ടാകും, അതിനൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ അത് നിങ്ങളുടെ തോട്ട് മാത്രമാണ് ശരി എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഈ സമൂഹത്തിലെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളുകൾ അവരുടേതായ ഒരു കൾച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ തൊപ്പിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഈ തൊപ്പിയെ വളരെ ഇങ്ങനെ പൊന്തിച്ച് വയ്ക്കുന്ന കുറേ ആളുകളുണ്ട്. അത് നമ്മുടെ കുറേ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് തൊപ്പിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മക്കൾ കണ്ടുപിടിക്കുന്ന ഇത് തന്നെയല്ലേ, ഇത്തരം കേട്ടാൽ അത്രയും അറപ്പ് വന്ന് തെറി വിളിക്കുന്ന ഒരുത്തനെ സ്വന്തം ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് ഒരിക്കലും അങ്ങോട്ട് എന്താ പറയുക ഒരു യോജിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവിനെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു പോകുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹം അങ്ങനെ കേടുവരാനായിട്ട് നമുക്കൊരിക്കലും വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. എല്ലാ യൂട്യൂബർമാരും ഈ തൊപ്പിയെപ്പോലെ ഇങ്ങനെയൊക്കെ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുന്ന ആളുകളല്ല, നല്ല യൂട്യൂബർമാരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവനെ പിടിച്ച് അകത്തിട തന്നെ വേണം. ഇവന് കുറച്ച് ദിവസം അകത്ത് കിടക്കുമ്പോൾ ഇവന് മനസ്സിലാവും എന്താണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന്. കാരണം ഇത് ആരും ഒരു ഗവൺമെൻറ്റും ഇതിനെ എന്താ പറയുക കാണുന്നില്ലേ. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഇവിടുന്ന് പോയി, പുതിയ ഗവൺമെൻറ് വരുന്നു, ഈ ഗവൺമെൻറ്റുകളൊന്നും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ലേ. സമൂഹം എന്ന് പറയുന്നത് വളർന്നു വരുന്ന നല്ല കുട്ടികളുടെ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്, കേരളത്തിലെ സമൂഹത്തിന് വേണ്ടി. ഇത്തരം ഈ തൊപ്പി എന്ന പേര് വരാൻ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇവൻ്റെ അധികം വീഡിയോകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവൻ തൊപ്പി എന്ന് വിളിക്കുന്ന പോലെ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവൻ്റെ കുറേ സംസാര രീതി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഒരിക്കലും എന്താ പറയുക, മലയാളികൾ ഇത്രത്തോളം വരെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഈ തൊപ്പിയെന്ന് ഇത് കേട്ടുമ്പോൾ നാണിച്ചു പോയിട്ടുണ്ട് ഞാൻ. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന ഇത്തരം എന്താ പറയുക ക്രൂരകൃത്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ചിന്താഗതിയുള്ള ആളുകളെ എന്തായാലും നമ്മൾ അതിനെ കണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട സമയം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനകത്തിടണം. തീർച്ചയായിട്ടും അവനകത്തിടേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടേതായ തോട്ട്സ് ഉണ്ടായിരിക്കാം. ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്ന ഇവനെപ്പോലുള്ള നാറുകളെ എന്തായാലും സമൂഹത്തിന് വേണ്ട. അവനെ അതിൻ്റെ രീതിയിൽ എനിക്ക് തോന്നുന്നു അവന് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവന് സമൂഹത്തിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ബാഡ് രീതിയിലാണ്.
അത് നല്ല രീതിയിലേക്ക് അവൻ കൊണ്ടുവരട്ടെ. അപ്പോൾ നമുക്ക് അവനെ ആരാധിക്കുകയോ അവനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ട് നടക്കുന്ന ഒരുത്തനെ ഒരിക്കലും കേരളീയ സമൂഹം അംഗീകരിക്കരുത്. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം.